ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. IPL 2025 ഏറ്റവും പ്രധാനപ്പെട്ട താരലേലം ഇന്ന് നടക്കാൻ പോവുകയാണ്. ഈ താരലേലത്തിൽ ഓരോ ടീമുകളും ഏതൊക്കെ താരങ്ങളെയാണ് നിലനിർത്തിയിരിക്കുന്നത്, ഇനി ഏതൊക്കെ താരങ്ങളെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ പൊസിഷനുകളിലാണ് അവർക്ക് താരങ്ങളെ ആവശ്യമുള്ളത് എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോസ് എല്ലാം നമ്മൾ ഇതിനു മുമ്പ് ഓരോ ടീമുകളെ ആയിട്ട് എടുത്ത് നമ്മൾ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്, ഇന്നിപ്പോൾ ഈ ഓപ്ഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പ്രധാനപ്പെട്ട താരങ്ങൾ ഏതൊക്കെയായിരിക്കും ഓപ്ഷനിൽ വിറ്റ് പോകാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ പ്രഡിക്ഷൻ എന്തായിരിക്കുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഇന്ന് രാവിലെ നമ്മൾ ചെയ്തിരുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു ടീം ഒരു IPL പോലെയുള്ള ഒരു വലിയ ഇവന്റിൽ ജയിക്കണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് നല്ല ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ തന്നെ ഈ IPL ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ടീമുകളെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ടീമുകളെ എല്ലാവരെയും തന്നെ ലീഡ് ചെയ്തിരിക്കുന്നത് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാപ്റ്റന്മാരാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ കുറേ നാളുകളായിട്ട് ആ ടീമിനെ ലീഡ് ചെയ്തിരിക്കുന്ന ക്യാപ്റ്റന്മാർക്കാണ് കൂടുതൽ സക്സസ് റേറ്റ് ഉള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ക്യാപ്റ്റന്മാരുടെ ഒരു പ്രാധാന്യം ക്രിക്കറ്റിൽ എന്താണെന്ന് നമ്മൾ പറയേണ്ടതില്ല. ഒപ്പം തന്നെ ഈ മാനേജ്മെന്റും അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ കോച്ച്, ബാറ്റിംഗ് കോച്ച്, അതുപോലെ തന്നെ ഫീൽഡിംഗ് കോച്ച്, ബൗളിംഗ് കോച്ച് എല്ലാവരും ഉണ്ടാവുമായിരിക്കുമല്ലോ. അതിനാണ് ഈ സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഈ എല്ലാവരുമായിട്ട് ഒരു നല്ല ബന്ധം പുലർത്താൻ സാധിക്കുന്ന, എസ്പെഷ്യലി ആ ഒരു ഹെഡ് കോച്ചായിട്ട് ഏറ്റവും നല്ലൊരു ബന്ധം പുലർത്താൻ സാധിക്കുന്ന ആളായിരിക്കണം ക്യാപ്റ്റൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ നമ്മൾ ഈ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ MS ധോണി CSKക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് എന്താണ്, രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ചെയ്തിരിക്കുന്നത് എന്താണ്, ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ IPL ശ്രേയസ് അയ്യരുടെ ഒരു പ്രകടനം, അല്ലെങ്കിൽ പാറ്റ് കമ്മിൻസിന്റെ ഒരു പ്രകടനം, ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാകും. ഇതൊരു കോറിലേഷനാണ്. ഇതെല്ലാം തമ്മിൽ ഈ കോച്ചും ക്യാപ്റ്റനും തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു ബന്ധം, അതുപോലെ മാനേജ്മെന്റുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം കോച്ചും ക്യാപ്റ്റനുമായിട്ടൊരു നല്ല ബന്ധം ഇല്ലെങ്കിൽ ഇതൊരിക്കലും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക ഇല്ലാന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ റീഷഫ്ലിംഗ് എല്ലാം വേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വർഷത്തെ IPL, വരാൻ പോകുന്ന IPL ഒരുപാട് ടീമുകൾക്ക് നല്ല ക്യാപ്റ്റന്മാരെ ആവശ്യമുണ്ട്. ചില ടീമുകൾ ക്യാപ്റ്റന്മാരുടെ സെറ്റിലാണ്, പക്ഷെ ചില ടീമുകൾക്ക് ക്യാപ്റ്റന്മാരെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ക്യാപ്റ്റന്മാരെയൊക്കെ ആരെയൊക്കെ ആയിരിക്കും ഇന്നത്തെ ഈ ലേലത്തിൽ പല ടീമുകളും നോട്ടമിടുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എത്ര രൂപ വരെ അവർ പോകാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ സൗത്തിൽ, അതായത് നമ്മൾ ഈ തെക്കുവശത്താണല്ലോ കേരളം കിടക്കുന്ന ഇന്ത്യയുടെ, അപ്പോൾ ഈ തെക്കുവശത്ത് നിന്നിട്ട് നമുക്ക് അങ്ങോട്ടങ്ങ് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ഏറ്റവും കേരളത്തിന് അടുത്ത് കിടക്കുന്ന ഒരു ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണ്. ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ഫാഡ് ഡു പ്ലസിയാണ്. പക്ഷെ അദ്ദേഹത്തിനെ അവർ നിലനിർത്തിയിട്ടില്ല. വീണ്ടും ഈ ഓപ്ഷനിൽ അദ്ദേഹത്തിനെ ഒരു ലേലത്തിൽ കൊണ്ടുവന്നിട്ട് ക്യാപ്റ്റൻ ആക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ഡു പ്ലസി എനിക്ക് തോന്നുന്നത് 40+ ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു ലോങ് ടേം ക്യാപ്റ്റനായിട്ട് അദ്ദേഹത്തിനെ നിലനിർത്താനായിട്ടുള്ള സാധ്യതയില്ല. പകരമായിട്ട് വിരാട് കോഹ്ലിനെ ക്യാപ്റ്റനായിട്ട് കൊണ്ടുവരും എന്നുള്ളൊരു ശ്രുതി കേൾക്കുന്നുണ്ട്. വീണ്ടും വിരാട് കോഹ്ലി അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആവാൻ തയ്യാറായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അവർ ശ്രമിക്കുന്ന ഒരു താരമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് KL രാഹുലിനെ ആണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം സ്ഥലമാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. മാത്രമല്ല RCBയെ സംബന്ധിച്ചിടത്തോളം അവർ നിലനിർത്തിയിരിക്കുന്ന താരങ്ങളിൽ പ്രധാനികൾ എന്ന് പറയുന്നത് ബാറ്റർമാരെന്ന് പറഞ്ഞാൽ കോഹ്ലിയും അതുപോലെ തന്നെ രജത് പട്ടിദാറുമാണ്. അപ്പോൾ ആ രണ്ടുപേരുടെ കൂട്ടത്തിൽ ഒരു ബാറ്ററായിട്ടും ഒരു വിക്കറ്റ് കീപ്പറായിട്ടും ഒരു ക്യാപ്റ്റനായിട്ടും എല്ലാം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താരമാണ് KL രാഹുൽ. പിന്നെ അവിടെ നിന്ന് തന്നെയുള്ള ഒരു താരമായതുകൊണ്ടും രാഹുലിന് വേണ്ടിയിട്ട് നല്ല ഒരു ബിഡിങ്ങിന് പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. RCBക്ക് അങ്ങനെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 83 കോടി രൂപയാണ് അവരുടെ പേഴ്സിൽ ബാക്കിയുള്ളത്. അപ്പോൾ രാഹുലിന് വേണ്ടി ഒരു 20 കോടിയോ അല്ലെങ്കിൽ 25 കോടിയോ പോയാൽ പോലും പല ടീമുകൾക്ക് ആവശ്യം രാഹുലിനെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം. അത് പോയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. ഇനി നമ്മുടെ തൊട്ട് അടുത്ത് മോളിൽ കിടക്കുന്ന ഒരു ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ചെന്നൈ സൂപ്പർ കിങ്സിൽ നമുക്കറിയാം അവർക്കൊരു ക്യാപ്റ്റനെ ആവശ്യമില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഋതുരാജ് ഗെയ്ക്വാദിനെ ഒരു യങ് ക്യാപ്റ്റനായിട്ട് അവർ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ ആയിട്ടാണ് ഒരു ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, ധോണിയുടെ പിൻഗാമി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇനി ഒരു പുതിയ ക്യാപ്റ്റനെ അവർക്ക് ആ ഒരു റോളിലേക്ക് അവർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷെ പല പൊസിഷനുകളിലും അവർക്ക് ഈ അവരുടെ പ്ലെയേഴ്സിനെ പലരെ ആവശ്യമുണ്ട്. നല്ലൊരു ഫാസ്റ്റ് ബോളർ അവർക്കുണ്ട്, ഒരു ഫോറിൻ ഫാസ്റ്റ് ബോളർ ഉണ്ട്, ഒരു സ്പിന്നർ അവർക്കുണ്ട്. അവർക്കിനി ആവശ്യമുള്ള ഈ ടോപ്പ് ഓർഡറിൽ അവരുടെ ബാറ്റർമാരൊക്കെ ഏകദേശം ഒരുവിധം ഒക്കെ സെറ്റിലാണ്. ഇനി മിഡിൽ ഓർഡറിൽ നമുക്ക് ധോണിനെയും ശിവം ദുബേനെയൊക്കെ കാണാനായിട്ട് സാധിക്കും. അവർ പോകാൻ പോകുന്നത് ഇനി ഇന്ത്യൻ ഫാസ്റ്റ് ബോളർമാർക്ക് വേണ്ടിയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ IPL ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ തുക അവർ ചെലവാക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫാസ്റ്റ് ബോളർമാർക്കും അല്ലെങ്കിൽ ടോപ്പ് ഓർഡറിൽ വരുന്ന ഈ ഫോറിൻ ബാറ്റർമാർക്കും ഓപ്പണിംഗ് വരുന്ന ഫോറിൻ ബാറ്റർമാർക്കും വേണ്ടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 55 കോടി രൂപയുള്ളത് കൊണ്ട് തന്നെ ഒരു വലിയ എമൗണ്ടിലേക്ക്, ഒരു 15 കോടിക്ക് മുകളിലേക്ക് തുകയ്ക്കൊക്കെ ഏതെങ്കിലും ഒരു താരത്തിന് വേണ്ടി CSK പോകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്നുള്ളതാണ്.
ഇനി അതിന് തൊട്ട് മുകളിൽ കിടക്കുന്ന മറ്റൊരു ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് നമ്മുടെ. അപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം സൺറൈസേഴ്സ് ഈ കഴിഞ്ഞ ഓപ്ഷനിൽ അല്ലെങ്കിൽ കഴിഞ്ഞ IPL എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. അവർ റണ്ണേഴ്സപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രമുഖ താരങ്ങളെ എല്ലാവരും അവർ നിലനിർത്തിയിട്ടുണ്ട്. ഒരു ക്യാപ്റ്റനെ അവർക്ക് ആവശ്യമില്ല, കാരണം പാറ്റ് കമ്മിൻസ് തുടരുകയാണ് അവിടെ. കഴിഞ്ഞ വർഷം നന്നായിട്ട് അദ്ദേഹം ക്യാപ്റ്റൻ ചെയ്തിരുന്നു. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു ഫ്രാഞ്ചൈസിയാണ് ഒരു നല്ല ക്യാപ്റ്റന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ അത് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാറ്റ് കമ്മിൻസിനെ വെച്ച് തന്നെ അവർ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അവരുടെ പേഴ്സിലുള്ള എമൗണ്ടും വളരെ കുറവാണ്. 45 കോടി രൂപയാണ് അവരുടെ പേഴ്സിലുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ. ആ 45 കോടി വെച്ചിട്ട് ബാക്കിയുള്ള താരങ്ങളെയൊക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ സെറ്റ് ചെയ്ത് എടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഈ സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നുള്ളത്. അപ്പോൾ ഒരു ക്യാപ്റ്റനെ അവിടെയും ആവശ്യമില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു ടീം എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാപ്റ്റനെ അവിടെ ആവശ്യമില്ല, കാരണം ഹാർദിക് പാണ്ഡ്യനെ വീണ്ടും ക്യാപ്റ്റനായിട്ട് തുടരാൻ അനുവദിക്കുമെന്നുള്ള രീതിയിലാണ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്ന വാർത്തകൾ എന്ന് പറയുന്നത്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ക്യാപ്റ്റന്മാരുള്ള ഒരു ടീമാണ്. ഇനി ആരെയാണ് അവിടെ ക്യാപ്റ്റനായിട്ട് വേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ ഒരു തിങ്ക് ടാങ്കുകളും ബ്രെയിനുകളും ഒക്കെ അവിടെ ഉണ്ടെന്ന് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മ, ഇന്ത്യനെ ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ നയിക്കുന്ന ജസ്പ്രീത് ബുംറ, അല്ലെങ്കിൽ ഇന്ത്യയുടെ T20 ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവ്, പിന്നെ ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ, ഇതെല്ലാവരും കൂടെ ചേരുമ്പോൾ ഇനി വേറൊരു ക്യാപ്റ്റൻ അവർ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അവർ ഏറ്റവും കൂടുതൽ നോക്കാൻ പോകുന്നത് ഒരു നല്ല സ്പിന്നർക്ക് വേണ്ടിയിട്ടായിരിക്കും. അതൊരു ഓവർസീസ് സ്പിന്നർ ആണെങ്കിൽ കൂടെ അവർക്ക് നല്ലതായിരിക്കും, കാരണം ഇന്ത്യൻ സ്പിന്നർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ആഡം സാംബയൊക്കെ പോലെയുള്ള നല്ലൊരു ഓവർസീസ് സ്പിന്നർ ആണെങ്കിലും അവർക്ക് ഗുണം ചെയ്യും. കാര്യം എന്താ വെച്ചാൽ 5 താരങ്ങളെ നിലനിർത്തിയിരിക്കുന്നത് 5ഉം ഇന്ത്യയുടെ പ്രധാന താരങ്ങളായതുകൊണ്ട് തന്നെ ഇനി 4 നല്ല ഫോറിൻ താരങ്ങൾക്ക് വേണ്ടി പോകാനായിട്ട് മുംബൈക്ക് സാധിക്കും. വലിയ എമൗണ്ടിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ഏറ്റവും മാക്സിമം ഒരാൾക്ക് വേണ്ടി ഒരു 10 കോടിയൊക്കെ ചിലപ്പോൾ മുടക്കാനായിട്ട് അവർ തയ്യാറായിരിക്കും, ഇതുപോലെ ഒരു സ്പിന്നർക്ക് വേണ്ടിയിട്ട്. അല്ലാതെ വലിയ എമൗണ്ടിലേക്ക് പോകാനുള്ള സാധ്യത, ഒരു നല്ല ഫോറിൻ ഫാസ്റ്റ് ബോളറിനെ അവർ സ്വന്തമാക്കാൻ ശ്രമിക്കും. കാരണം ആകെ ഉള്ളത് 45 കോടി രൂപ മാത്രമാണ് അവരുടെ പേഴ്സിൽ ഉള്ളത് എന്നുള്ളതാണ്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പോകണമെങ്കിൽ അടുത്തൊരു ടീം എന്ന് പറയുന്നത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ഗുജറാത്ത് ടൈറ്റൻസിലും ക്യാപ്റ്റന് ആവശ്യമില്ല, കാരണം അവിടെ ശുഭ്മാൻ ഗിൽ ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ റഷീദ് ഖാനും അവരുടെ ടീമിന്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഒരു ക്യാപ്റ്റനെ അല്ല അവർക്ക് ആവശ്യമുള്ളത്, വേറെ കുറെ താരങ്ങളെയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് കാണാൻ സാധിക്കും. പക്ഷെ പലർക്ക് വേണ്ടി നല്ല എമൗണ്ടിൽ അവർ പോകും. അവർ RTM ഉപയോഗിക്കാൻ പോകുന്ന ആർക്ക് വേണ്ടിയാണെന്ന് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. മുഹമ്മദ് ഷമി, ഡേവിഡ് മില്ലർ, ഈ 2 പേരിൽ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ RTM ഉപയോഗിക്കുക. വലിയ പേഴ്സ് ഉണ്ട്, 69 കോടി രൂപ കയ്യിലുണ്ട്. അപ്പോൾ ഈ 69 കോടി ഉള്ളത് കൊണ്ട് തന്നെ നല്ല കുറെ താരങ്ങൾക്ക് വേണ്ടി അവർ നല്ലോണം ചെലവഴിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മലയാളികളുടെ ടീമായിട്ടുള്ള രാജസ്ഥാൻ റോയൽസ് ആണ്. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ IPL ഓപ്ഷനിൽ ഏറ്റവും കുറച്ച് പൈസയുമായിട്ട് വരുന്ന ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് കാണാനായിട്ട് സാധിക്കും. കാരണം 41 കോടി രൂപ മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. കഴിഞ്ഞ വർഷം ഒരു എക്സലന്റ് ആയിട്ടുള്ള ടീമായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ കുറേ ആളുകളെ അവർക്ക് മിസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ട്രെന്റ് ബോൾട്ട്, ജോസ് ബട്ട്ലർ, രവിചന്ദ്രൻ അശ്വിൻ, UC ചഹൽ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട താരങ്ങളെ എല്ലാവരെയും മിസ് ചെയ്തിരിക്കുകയാണ്. കൂടുതലും ബാറ്റർമാരെയാണ് അവർ നിലനിർത്തിയിരിക്കുന്നത്. 2 വിക്കറ്റ് കീപ്പർമാരുണ്ട്, സഞ്ജുവും ജൂറലും. പക്ഷേ അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഫാസ്റ്റ് ബോളർമാരെയും സ്പിന്നർമാരെയൊക്കെ ഒരുപാട് അവർക്ക് ആവശ്യമുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 2 ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ഫാസ്റ്റ് ബോളർമാർക്കും സ്പിന്നർമാർക്കും വേണ്ടിയിട്ടായിരിക്കും ഈ ഉള്ള 41 കോടി അവർ ചെലവാക്കാനായിട്ട് ശ്രമിക്കുക. അതിലും വലിയൊരു തുകയ്ക്ക് ഒരു താരത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ടോട്ടലി ടീമിന്റെ ഒരു ബാലൻസ് തന്നെ നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും അവരും മുംബൈയും SRH ഒക്കെ പൈസ ചെലവാക്കാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അതിന് തൊട്ട് മുകളിൽ കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടീം എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം അവരുടെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നത് ഋഷഭ് പന്താണെന്നറിയാം. പക്ഷെ അദ്ദേഹത്തിനെ നിലനിർത്തിയിട്ടില്ല. അദ്ദേഹം ഓപ്ഷനിലേക്ക് പോവുകയാണ്. ഓപ്ഷനിൽ വളരെ വലിയൊരു ബിഡിംഗ് നടക്കാൻ സാധ്യതയുണ്ട് ഋഷഭ് പന്തിന് വേണ്ടിയിട്ട് ഡൽഹി ക്യാപിറ്റൽസ് പ്രധാനമായിട്ടും 2 താരങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് ബിഡ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ശ്രേയസ് അയ്യർക്ക് വേണ്ടിയിട്ടാണ്. ശ്രേയസ് അയ്യർ കൊൽക്കത്ത വിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേറെ ആൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ KL രാഹുലിനാണ്. KL രാഹുലിനെ കിട്ടിക്കഴിഞ്ഞാൽ ഡൽഹിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഋഷഭ് പന്തിനെ പോലെ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്, ഒപ്പം തന്നെ ഓപ്പണറാണ്. എല്ലാ പൊസിഷനിലും അദ്ദേഹത്തിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതുകൊണ്ട് KL രാഹുലിന് വേണ്ടി പോകാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ശ്രേയസ് അയ്യർക്ക് വേണ്ടിയും ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുവരുവാനായിട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം ശ്രേയസ് അയ്യർ ഇതിനു മുമ്പ് ഡൽഹിയുടെ ക്യാപ്റ്റനായിരുന്നു. ആ 2 വർഷവും 2019 20 അവർ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചൊരു ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ്. പിന്നെ ഒരുപാട് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾക്ക് വേണ്ടി നല്ല പൈസ മുടക്കാനായിട്ട് സാധിക്കും. കാരണം 73 കോടി രൂപയോളമാണ് ഡൽഹിയുടെ പേഴ്സിൽ ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പലരെയും കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കും. പുതിയൊരു സപ്പോർട്ട് സ്റ്റാഫാണ് ഹേമന്ത് ബദാനിയും വേണുഗോപാൽ റാവു. ഇനി അടുത്തത് പഞ്ചാബ് കിങ്സ് ആണ്. പഞ്ചാബ് കിങ്സ് ആണ് ഈ IPL 110.5 കോടി രൂപയുടെ പേഴ്സുമായിട്ട് വരുന്ന എല്ലാവർക്കും വേണ്ടി ബിഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പ്രീതി സിന്ധ എപ്പോഴും നമ്മൾ കാണാറുണ്ട്, എപ്പോഴും ഏത് താരം വന്നാലും ബിഡ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ചും കൂടി ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് ആണ്. റിക്കി പോണ്ടിങ് അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ
എനിക്ക് തോന്നുന്നത് ഋഷഭ് പന്ത് അങ്ങോട്ട് പോകാനുള്ള സാധ്യതയാണ്. കാരണം എന്ത് വില കൊടുത്തും ഋഷഭ് പന്തിന് 110 കോടി ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അവരുമായിട്ടൊന്ന് ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 110 കോടിയിൽ മാക്സിമം എമൗണ്ട് 25 കോടി 30 കോടി പോയാലും ഋഷഭ് പന്തിന് വേണ്ടി ബിഡ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് റിക്കി പോണ്ടിങ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ സ്റ്റീവ് സ്മിത്തിനെ ആ ടീമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് റിക്കി പോണ്ടിങ് ശ്രമിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു ബാക്കപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഋഷഭ് പന്തിന് ഒരു സപ്പോർട്ടായിട്ട് ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ ഋഷഭ് പന്തിനെ കിട്ടിയില്ലെങ്കിൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ സ്റ്റീവ് സ്മിത്തിനെ കൊണ്ടുവരുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഓസ്ട്രേലിയയുടെ ഒരു മികച്ച ഓൾറൗണ്ടർ ആയിട്ടുള്ള ആരൻ ഹാഡി, അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെൽ, മാർക്കസ് സ്റ്റോയിനിസ്, ഇങ്ങനെയുള്ള ഓസ്ട്രേലിയൻ താരങ്ങൾ കൂടുതൽ വരാൻ സാധ്യത ഈ പഞ്ചാബ് കിങ്സിലാണ്. കാരണം അവരുടെ സപ്പോർട്ട് സ്റ്റാഫ് ഈ റിക്കി പോണ്ടിങ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു സപ്പോർട്ട് സ്റ്റാഫ്, അതായത് ഹെഡ് കോച്ചിനെ അല്ലെങ്കിൽ കോച്ചുമാരുടെയൊക്കെ ഒരു കോൺഫിഡൻസിലുള്ള പ്ലെയേഴ്സിനെ ആയിരിക്കും അവർ കൂടുതൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അവരുമായിട്ട് മെന്റലി ആൻഡ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇഴകിച്ചേർന്ന് പോകാൻ പറ്റുന്ന ആളുകളെ ആയിരിക്കും എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ 2 ടീമുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീം എന്ന് പറയുന്നത് ലക്നോ സൂപ്പർ ജയൻസ് ആണ്. KL രാഹുൽ അവിടെ നിന്ന് വിട്ടുപോയിരിക്കുന്നു, ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുന്നു. നിക്കലസ് പൂരനെ 21 കോടി രൂപയ്ക്ക് നിലനിർത്തി. പക്ഷേ അദ്ദേഹത്തിനെ ക്യാപ്റ്റൻ ആക്കുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം KL രാഹുൽ മാറിയുന്ന പലപ്പോഴും നിക്കലസ് പൂരനായിരുന്നു അവരെ ക്യാപ്റ്റൻ ചെയ്യുന്നത് ഞാൻ മറക്കുന്നില്ല. പക്ഷേ അതിൻ്റെ കാര്യം മാത്രം ഞാൻ ഈ ഓപ്ഷൻ കഴിഞ്ഞിട്ടേ എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഓപ്ഷനിൽ അവർക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനെ ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ ക്യാപ്റ്റനാക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. LSGയെ സംബന്ധിച്ചിടത്തോളം 69 കോടി രൂപയോളം അവരുടെ പേഴ്സിലുണ്ട്. അപ്പം നല്ല ഒരു എമൗണ്ട് ആണ്. ഒരുപാട് നല്ല ആളുകൾക്ക് വേണ്ടിയിട്ട് ബിഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. നല്ല ആളുകളെ ടീമിൽ കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു ശ്രമവും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഒരു ക്യാപ്റ്റനെ നിർബന്ധമായിട്ട് വേണം. നിക്കലസ് പൂരനെ എത്രത്തോളം അവർ ഡിപ്പെൻഡ് ചെയ്യുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനി ഏറ്റവും അവസാനത്തെ ടീം കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായ KKR പറ്റിയ ഏറ്റവും വലിയ ഒരു അടി എന്ന് പറയുന്നത് ശ്രേയസ് അയ്യർ അവരുടെ കൂടാരത്തിൽ നിന്ന് പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ KKRൽ ഒരു ക്യാപ്റ്റനെ അത്യാവശ്യമായിട്ടുണ്ട് അവർക്ക്. അവരുടെ പേഴ്സിലുള്ളത് 51 കോടി രൂപയാണ്. അപ്പോൾ ഈ 51 കോടി രൂപ വെച്ചിട്ട് ഒരു ക്യാപ്റ്റനെ സ്വന്തമാക്കണം. അവിടെയും ഈ KL രാഹുലിന് ഒരു റോൾ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. KKR ബിഡിന് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എഗെയിൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ, ഒപ്പം തന്നെ ഒരു ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് KL രാഹുലിന്റെ പേര് പറയാനുള്ള കാരണം. അങ്ങനെ ഒരു KL രാഹുലിന് വേണ്ടി പോവുകയാണെങ്കിൽ ഒരു ക്യാപ്റ്റനെ കിട്ടും, കീപ്പറിനെ കിട്ടും, ഒരു ടോപ്പ് ഓർഡർ ബാറ്ററെ അവർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി പോകാനുള്ള സാധ്യതയുണ്ട്. ശ്രേയസ് അയ്യർക്ക് പകരം ഏത് ക്യാപ്റ്റനാണ് വരുന്നത്? ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ഈ KKRന്റെ കാര്യം മാത്രം പറയുമ്പോൾ ഒരു സർപ്രൈസ് ക്യാപ്റ്റൻ ആയിരിക്കുമോ എന്നുള്ളതും എൻ്റെ ഒരു തോട്ടാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ആരായിരിക്കും എന്നുള്ളത് ഈ ഓപ്ഷൻ കഴിഞ്ഞ് മാത്രമേ അതും പറയാനായിട്ട് സാധിക്കൂ. KKR പോകാനുള്ള സാധ്യതയുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന KL രാഹുലിന് വേണ്ടി പോയി നോക്കും. അല്ലെങ്കിൽ മറ്റൊരാളെന്ന് എൻ്റെ മനസ്സിലുള്ള ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് ജോസ് ബട്ട്ലറിന് വേണ്ടി നല്ലൊരു എമൗണ്ടിൽ KKR പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എഗെയിൻ ക്യാപ്റ്റനാക്കാൻ പറ്റിയ മെറ്റീരിയലാണ്, വീണ്ടും വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്. അപ്പോൾ ജോസ് ബട്ട്ലറിന് വേണ്ടിയിട്ട് അവർ പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എൻ്റെ പ്രതീക്ഷകളാണ് അല്ലെങ്കിൽ എൻ്റെ പ്രഡിക്ഷൻസ് ആണ് ഞാൻ ഇതിൽ പറഞ്ഞത്. നിങ്ങളുടെ പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ക്യാപ്റ്റനെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രം ഇതിൻ്റെ താഴെ കുറിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ലേലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ലേലത്തിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.